ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സത്യസന്ധതയും ധർമ്മനിഷ്ഠയും ആത്മാർത്ഥതയും ഉള്ള ഒരു മനസ്സ് പരമപവിത്രമായിരിക്കും. പവിത്രമായ ഒരു മനസ്സിൽ മാത്രമേ ആത്മാനുഭൂതി ഉണ്ടാവുകയുള്ളൂ. ആത്മാനുഭൂതി നുകരണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് പരമപവിത്രമാക്കണം. ദേഷ്യം, പക, അസൂയ, പ്രതികാരം മുതലായവ ഒന്നും മനസ്സിൽ ഇല്ലാതെ സ്നേഹം, ദയ, കാരുണ്യം, പരോപകാരം, സർവരെയും ഒരേപോലെ സമദർശിത്വം നമുക്ക് ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ മാത്രമേ നമുക്ക് സമാധാനവും ശാന്തിയും കൈവരുകയുള്ളൂ. എന്നാൽ ചില മനുഷ്യർ മനസ്സിൻ്റെ ശുദ്ധിയെ നോക്കാതെ സ്ഥാനമാനങ്ങളും നിലയും വിലയും ജനങ്ങളുടെ ആദരവും അത്തരം മഹാത്മാക്കൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ ആ മഹാത്മാ ഭാവം നടിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർ ചെയ്യുന്നത് പോലെ ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. മനസ്സ് ഏറ്റവും ദുഷിച്ചതായിരിക്കും. കഴുകനെ പോലെ. കഴുകൻ വളരെ ഉയർന്നു പറക്കും, പക്ഷെ അതിൻ്റെ കണ്ണ് ചത്ത ശവത്തിലായിരിക്കും. അതുപോലെ വലിയ നിലയിൽ വേഷം കെട്ടി, അതുപോലെ വലിയ ഭാഷയിൽ സംസാരിച്ച് സൗമ്യനും ശാന്തനുമായി ഒരു മഹായോഗിയെപ്പോലെ മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ ആദരവും ദക്ഷിണയും എല്ലാം കൈവശമാക്കാൻ അത്തരം വേഷം കെട്ടൽ പലരും ഇന്ന് സ്വീകരിക്കുന്നു. രാമായണത്തിൽ രാവണൻ തന്നെ സീതയെ കിട്ടാൻ വേണ്ടി, സീതയെ സ്വാധീനിക്കാൻ വേണ്ടി സന്യാസി വേഷം ധരിച്ചാണ് ചെന്നത്. സീതയ്ക്ക് സന്യാസി ആദരവാണ്, ബഹുമാനമാണ് എന്ന് രാവണൻ അറിയാം. അതുകൊണ്ട് രാവണൻ വേഷം കെട്ടിച്ചെന്ന് അവസാനം സത്യം പറഞ്ഞപ്പോൾ സീത സ്വാധീനമാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ബലാത്കാരേണ കൊണ്ടുപോകാനിട വന്നത്. അങ്ങനെ പലരും പല വേഷം കെട്ടി നടക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. വിരാസനത്തിലോ മറ്റോ ദൃഢം നേരെ ഇരുന്നിട്ടു കണ്ണടച്ചാലും പാരിച്ച മോദേന ധീരൻ മഹായോഗി എന്നും ചൊല്ലി പാരിച്ച മോദേന പൂജിച്ചുകൊള്ളും. ഇങ്ങനെയാണ് നമ്മളുടെ ജനങ്ങൾ ഇതറിയില്ലല്ലോ. അവരുടെ നിഷ്കളങ്കത കൊണ്ട് ഈ കപടവേഷധാരികളെ മഹായോഗിമാരായി കണ്ട് ആദരിക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഗുരുവെ പരീക്ഷിച്ചു സ്വീകരിക്ക. ഗുരുവേഷം കണ്ടു ഭ്രമിച്ചിടല്ല. പരിശോധിക്കാതെ വരിച്ചുകൊണ്ടിടുകിൽ പരിതാപം തീരില്ല എന്നറിയൂ. ഇതാണ് അവസ്ഥ. അതിനാൽ നമ്മളെല്ലാം ആദ്യത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് പരിശോധിച്ച് വ്യാജനാണോ ഒറിജിനലാണോ എന്ന് നോക്കിയ ശേഷം മാത്രമേ നാം സ്വീകരിക്കാവൂ. അതുപോലെ വിരാസനത്തിലോ മറ്റോ ദൃഢം നേരെ ഇരുന്നിട്ടു കണ്ണടച്ചാലും ധീരൻ മഹായോഗി എന്നും ജനം പാലിച്ച മോദേന പൂജിച്ചുകൊള്ളും. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. അതിനാൽ നമ്മൾ ഈ ആത്മീയ രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന എല്ലാ വ്യക്തികളും കളങ്കമറ്റവർ ആണ് എന്ന് ധരിക്കരുത്. ഈ വേഷം ധരിച്ച് നടക്കുന്ന വ്യാജന്മാരുണ്ട്. വ്യാജന്മാരേതാണ്, യഥാർത്ഥമായത് ഏതാണ് എന്ന് തിരിച്ചറിയുക വളരെ വിഷമമാണ്. എങ്ങനെ തിരിച്ചറിയാം? എന്നാലും നമുക്ക് തിരിച്ചറിയാം. എങ്ങനെ തിരിച്ചറിയാം? അവരുമായി അടുക്കുമ്പോൾ അവർക്ക് ധനാർത്തി കൂടുന്നു എങ്കിൽ അവർ വ്യാജനാണ് എന്ന് മനസ്സിലാക്കിക്കോളും. ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി, ശരിക്കും ആത്മബോധം ഉണ്ടായ ഒരാൾ ധനത്തിലോ മറ്റു വ്യക്തികളിലോ ഉയർന്ന സ്ഥാനമാനങ്ങളിലോ ഒന്നും ഒരു വിലയും കൽപ്പിക്കുകയില്ല.
എന്നാൽ വ്യാജന്മാർ നോക്കുന്നത് ഇവർ ധനമുള്ളവരാണോ, സൗന്ദര്യമുള്ളവരാണോ, ചെറുപ്പമാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, ഇതെല്ലാം അവർ ചെക്ക് ചെയ്ത് അവർക്ക് അവരിൽ നിന്ന് വസൂല് ചെയ്യാൻ എന്ത് സാധിക്കും എന്ന് നോക്കിയാണ് അവരുടെ സ്നേഹവും പ്രകടനവും എല്ലാം തന്നെ. ഇത് സമൂഹത്തിൽ കണ്ട് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ പലരെയും സ്വീകരിക്കാൻ. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടാനിടയാകും. അതിനാൽ വേഷം കണ്ട് നമ്മൾ ഭ്രമിക്കരുത് എന്നാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് തരുന്ന വലിയ സന്ദേശം. ഹരേ കൃഷ്ണ.